ഓഫ് കോഴ്സ് ഒരു മുസ്ലിം കൺട്രിയാണ്. അവിടുത്തെ നിയമങ്ങൾ അത്തരത്തിലാണ്. ഇത് മാത്രമല്ല, പല സിനിമകളിലും ചില സീൻസ് പോലും നമ്മൾ തമാശയായിട്ട് കാണുന്ന സീൻസ് പോലും അവിടെ കട്ട് ചെയ്യാറുണ്ട്. പ്രമുഖമായ സിനിമകളവിടെ കാണിക്കാതെ അവസരം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു ഇംഗ്ലീഷ് പടം ഇപ്പോഴും അവിടെ ഒരു പ്രശ്നമില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ അവിടെ ഇപ്പോഴും അത് റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത് നിരന്തരം നടക്കുന്ന വിഷയങ്ങളാണ്. ഒരു പക്ഷെ നമ്മളെ മലയാളി പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇത്തരം വാർത്തകൾ വന്നപ്പോൾ ഒരു പുതിയ അനുഭവമായിരിക്കാം. പക്ഷേ ഒരിക്കലും ഇതൊന്നും സങ്കടമുണ്ട്, ഇല്ല ഉണ്ട് വിഷമമൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് അതിലൊരു വിഷമമുണ്ട്. പക്ഷേ അക്സെപ്റ്റഡ് ആണ്, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ മുന്നോട്ട് പോകുന്ന ജനങ്ങളാണ്. അപ്പം മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ തെളിവ് തന്നെയല്ലേ സിനിമയുടെ ഭാഗമാകുന്നത്. മരണമാസം എന്നുള്ള സിനിമയിലൂടെ ഒരു മരണമാസം എൻട്രിയാണ് നടത്തിയിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? താങ്ക് യു. അല്ല, ഞാൻ മുൻപ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത്രയും കാസ്റ്റിൻ്റെ കൂടെ വലിയൊരു ക്രൂ ആയിട്ടുള്ള ഒരു സിനിമയാണ്, വലിയൊരു ബഡ്ജറ്റ് സിനിമ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ടീം ഫുൾ എൻ്റെ കൂടെ നിൽക്കുന്നു, ഇല്ലെങ്കിൽ അവർ ഒപ്പം ഉണ്ട് എന്നുള്ളത് കാണുന്നതിൽ സന്തോഷമുണ്ട്. അതായത് ഈ പ്രാതിനിധ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അല്ല, നമ്മൾ മുന്നോട്ട് പോകുന്ന ജനങ്ങളാണ്. അപ്പം മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ തെളിവ് തന്നെയല്ലേ സിനിമയുടെ ഭാഗമാകുന്നത് ഉറപ്പായിട്ട്. അപ്പം പിന്നോട്ട് വലിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് ഇനി സഞ്ചരിക്കുന്നു കാണുന്നത് ഭയങ്കര അഭിമാനമാണ്, പ്രത്യേകിച്ച് ആസ് ഒരു റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിലൊക്കെ. തീർച്ചയായിട്ടും. പിന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നത്, ഇപ്പോൾ മരണമാസത്തിൽ ഇങ്ങനെ ഒരു മാമിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് UAE പോലുള്ള രാജ്യങ്ങളിൽ അതിന് വിലക്ക് വന്നു എന്നുള്ള രീതിയിൽ വന്നു. UAE ഒരു രാജ്യത്ത് മാത്രം, സൗദിയിൽ മാത്രം. അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. പല സിനിമകളും അവിടെ ഇതുപോലെ ഇത്തരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രശ്നമില്ല. പ്രത്യേകിച്ച് സിനിമയുടെ അണിയുടെ പ്രവർത്തകർ ഇതിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അവർ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെ. എങ്ങനെ തോന്നുന്നു ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരു മനോഭാവം ഓരോ കൺട്രീസ് എടുക്കുമ്പോൾ? എക്സ്പെക്റ്റഡ് ആണ് ഇതൊക്കെ. ഓഫ് കോഴ്സ് ഒരു മുസ്ലിം കൺട്രിയാണ്. അവിടുത്തെ നിയമങ്ങൾ അത്തരത്തിലാണ്. ഇത് മാത്രമല്ല, പല സിനിമകളിലും ചില സീൻസ് പോലും നമ്മൾ തമാശയായിട്ട് കാണുന്ന സീൻസ് പോലും അവിടെ കട്ട് ചെയ്യാറുണ്ട്. പ്രമുഖമായ സിനിമകളവിടെ കാണിക്കാതെ അവസരം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു ഇംഗ്ലീഷ് പടം ഇപ്പോഴും അവിടെ ഒരു പ്രശ്നമില്ലാത്തൊരു സിനിമയാണ്. പക്ഷേ അവിടെ ഇപ്പോഴും അത് റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത് നിരന്തരം നടക്കുന്ന വിഷയങ്ങളാണ്. ഒരു പക്ഷെ നമ്മളെ മലയാളി പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇത്തരം വാർത്തകൾ വന്നപ്പോൾ ഒരു പുതിയ അനുഭവമായിരിക്കാം. പക്ഷേ ഒരിക്കലും ഇതൊന്നും സങ്കടമുണ്ട്, ഇല്ല ഉണ്ട് വിഷമമൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് അതിലൊരു വിഷമമുണ്ട്. പക്ഷേ അക്സെപ്റ്റഡ് ആണ്, നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇതിൻ്റെ ക്രൂ അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മലയാള സിനിമയുടെ ആ ഒരു ലെവൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ പടങ്ങളുടെ എമ്പുരാൻ അടക്കമുള്ള സിനിമകളുടെയൊക്കെ വിമർശനങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് സിനിമ എന്നുള്ളത്. സിനിമ മീൻസ് അങ്ങനത്തെ വിമർശനങ്ങളും കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും പല സമയത്ത്. മലയാള സിനിമ ഇത്രത്തോളം ഇന്ത്യൻ സിനിമയടക്കം ഇപ്പോൾ പേടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും നമുക്ക് ഭയങ്കര മാതൃകയല്ലേ മലയാള സിനിമയിൽ. ഒരു വലിയ പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാവുക, അത്തരം കാസ്റ്റ് ഉണ്ടാവുക, വലിയ മറ്റ് വിദേശ ഭാഷകളിൽ നിന്ന് പോലെ ആൾക്കാർ ഇങ്ങോട്ട് വരിക, അഭിനയിക്കാം, വലിയ പ്രൗഡാണ് നമുക്കത്. അപ്പം അത് ഭയങ്കര മറ്റ് ഭാഷകൾക്ക് അസൂയ പോലും തോന്നാവുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് മലയാള സിനിമ. സിനിമയിൽ ഇനി എന്തൊക്കെയാണ് കൂടുതൽ സ്വപ്നങ്ങൾ, അല്ലാണ്ട് വ്യക്തി ജീവിതത്തിലുള്ള സിനിമ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. സിനിമയിൽ ഭാഗമാകുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളത്. ക്യാരക്ടർ റോളുകൾ ചെയ്യുക എന്നുള്ളതാണ്. ലീഡൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ക്യാരക്ടർ റോളുകൾ ഉണ്ടാവുക, ഒരു ജീവൻ ഉണ്ടാവുക സിനിമയ്ക്കകത്ത്. ഈ ക്യാരക്ടർ റോളുകൾ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ക്യാരക്ടർ റോളുകളിൽ തന്നെ ഒരുപാട് നല്ല നല്ല അഭിനേത്രികളുള്ളൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം. ഇപ്പോൾ KP ലളിത പോലെ ഒരുപാട് അഭിനേത്രികളുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? ഉറപ്പായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ട്. കമ്പയർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയൊന്നും ഇല്ല. പക്ഷേ അങ്ങനെ അവരൊക്കെ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അതിലൂടെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭാര്യ, നാട്ടുകാർ, സുഹൃത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ നോർമലൈസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ. ഇതിൽ പ്രത്യേകിച്ച് ഈ സിനിമയുടെ പ്രത്യേകത, ഞാനൊരു ടീച്ചറായിട്ടാണ് അഭിനയിക്കുന്നത്. അത് ഭയങ്കര നോർമലൈസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സാധാരണ ടീച്ചറല്ല, അംഗൻവാടി ടീച്ചറാണ്. അംഗൻവാടി ടീച്ചർ നമ്മൾ കുട്ടികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചറായിരിക്കില്ല. അപ്പോൾ അത്തരം ഒരു കാസ്റ്റിംഗ് വളരെ റവല്യൂഷൻ തീർക്കുകയാണ്. ഗ്രേറ്റ്. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചില പെർഫോമൻസുകൾ ഒന്ന് പറയാമോ? ഈ പറഞ്ഞ KPC ചേച്ചി, ഉർവശിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ്. പ്രത്യേകിച്ച് അവർ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അസൂയ തോന്നിപ്പോൾ നമുക്കത്. വേറെ ആർക്കും പകരം വെക്കാൻ പറ്റാത്ത ആക്ടേഴ്സാണ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ആദ്യമായിട്ട് മമ്മൂക്കയുടെ പേരൻപിലാണ് ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടി. ആദ്യമായിട്ട് മമ്മൂക്കയുടെ പേരൻപിലാണ് വളരെ നോർമലൈസ് ഒന്നും കൂടി
ആദ്യമായിട്ട് മമ്മൂക്കയുടെ പേരമ്പിലാണ് വളരെ നോർമലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റിയെ കാണിക്കുന്നത്. പറയുന്നത് ഞാൻ ട്രാൻസ്ജെൻഡർ കഥാപാത്രം അത് മാത്രം ചെയ്യുന്ന ഒരാളല്ല, ഞാനൊരു കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. അതിലിപ്പം ഏതെങ്കിലും സിനിമയിലൊരു കഥാപാത്രം ഇന്ന ജെൻഡർ എന്ന് പറയുന്നില്ലല്ലോ. അപ്പം എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് നോർമലൈസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ജെൻഡർ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ താല്പര്യമില്ല. ഇല്ല, ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്നതല്ല, അതിലൂടെ ഒരു മാറ്റം ഉണ്ടാവണം. പക്ഷേ അത് എടുത്തു പറയണം എന്നൊരു നിർബന്ധമില്ല. എനിക്ക് എടുത്ത് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പടം നിങ്ങൾക്കൊരു അതിന് ഉദാഹരണമാണ്. മരണമാസത്തിൽ ഒരിടത്തും നാദിറയാണ് ട്രാൻസ്ജെൻഡർ ആണെന്നൊന്നും പറയുന്നൊന്നുമില്ല. അത് നോർമലൈസ് ചെയ്യാന്നുള്ളത് തന്നെയല്ലേ പറയുന്നത്. അതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഒരുപാട് അവസരങ്ങളുണ്ട്.